പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പ് നമുക്ക് ചുറ്റുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിലെടുത്ത അവരുടെ മുഴുവൻ സമീപനങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി ചർച്ച ചെയ്യും. അതിനകത്ത് ഈ പ്രദേശത്തെ ഭാരതീയ ജനതാ പാർട്ടിക്ക് നേതൃത്വം നൽകിയിരുന്ന തൊട്ടടുത്ത ഡിവിഷനിലെ കൗൺസിലറായിട്ടുള്ള ശ്രീ തിരുമല അനിലിൻ്റെ ആത്മഹത്യ ചർച്ച ചെയ്യപ്പെടും. അതുപോലെ തന്നെ BJPയുടെ സജീവ പ്രവർത്തകനായിരുന്ന ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ ചർച്ച ചെയ്യപ്പെടും. അവർ രണ്ടുപേരും അവരുടെ ആത്മഹത്യാ കുറിപ്പിൽ വിശേഷിപ്പിച്ചിരുന്നത് പോലെ ഞങ്ങൾ ഇത്രയും കാലം ഭാരതീയ ജനതാ പാർട്ടിയുടെയും RSSൻ്റെയും ഒക്കെ സജീവ പ്രവർത്തകരായതിൽ ഞങ്ങൾ ദുഃഖിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ജീവൻ വെടിയുന്നതിനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മൃതദേഹം അതിലെ ഒരു പ്രവർത്തകരെയും കാണിക്കരുത് എന്ന് പറഞ്ഞ കാര്യവും ചർച്ച ചെയ്യപ്പെടും. ഞാൻ താങ്കൾ വിട്ടുപോയത് കൊണ്ടാണ് ഇത് സൂചിപ്പിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നത്. ആ സർക്കാരിന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പിന്തുണയാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനമായും ലഭ്യമായത്. കേരളം മുഴുവനും നടക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പറഞ്ഞത് ആദ്യം താങ്കൾ ഇൻട്രോയിൽ സൂചിപ്പിച്ചത് കൊണ്ടാണ്. LDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ 2021 മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ക്ഷേമ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കും. ഇപ്പോൾ 2000 രൂപയാക്കി അമ്മമാർക്ക്, വന്ധ്യവയോധികരായ പിതാക്കന്മാർക്ക്, പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എത്തിച്ചുകൊണ്ട് വാക്ക് നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. വീട്ടമ്മമാർക്ക് സഹായം നൽകുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. 1000 രൂപ വെച്ച് 31.34 ലക്ഷം വരുന്ന വീട്ടമ്മമാർക്ക്, 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക് 3800 കോടി രൂപയാണ് പ്രതിവർഷം ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ആശ, അംഗനവാടി, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, പാചക തൊഴിലാളികൾ, നമ്മുടെ പാലിയേറ്റീവ് നഴ്സുമാർ തുടങ്ങിയവർക്ക് 1000 രൂപ വെച്ച് അവർ വാങ്ങുന്ന വേതനത്തിൽ 1000 രൂപ കൂടെ ചേർത്ത് വർദ്ധിപ്പിച്ച് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. CDS പ്രവർത്തന ഗ്രാൻറ്റായി 1000 രൂപ നൽകുന്നു. കേരളത്തിൽ ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷനുകളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ 80% തൊഴിൽ നൽകിയത്, ഇന്ത്യ മൊത്തത്തിലെടുക്കുമ്പോൾ 80% തൊഴിൽ നൽകിയത് കേരള PSC ആണ്. വലിയ നിലയിലുള്ള മാറ്റമാണ് ഈ കാര്യത്തിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ദേശീയപാത വികസനം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഓഫീസ് അടച്ചുപൂട്ടി പോയെടുത്ത് നിന്ന് 7000 കോടി രൂപ കേരള ഖജനാവിൽ നിന്നും കേന്ദ്ര പദ്ധതിയായിട്ട് കൂടെ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം ഒരു പരിധിവരെ അതിനകത്ത് വളരെ നിർണായകമായി എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ നോക്കൂ, മറ്റെല്ലാ പ്രവൃത്തികളും ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ K. സുരേന്ദ്രൻ അദ്ദേഹം പറഞ്ഞു, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഞങ്ങൾ പിണറായി വിജയൻ എന്ന അഡ്മിനിസ്ട്രേറ്ററെ അംഗീകരിക്കും. ഇന്നിപ്പോൾ അദ്ദേഹം അംഗീകരിച്ചില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഗെയിൽ പൈപ്പ് ലൈൻ കേരളത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടു. അതാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള ഇടപെടൽ. ആ ഇടപെടൽ ഒറ്റക്കാര്യം ഏകദേശം ബഹു പദ്ധതികൾക്ക് മാത്രമല്ല, ചെറിയ ചെറിയ പദ്ധതികൾ തിരുവനന്തപുരം കോർപ്പറേഷനും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും തിരുവനന്തപുരത്തെ 73 ഗ്രാമപഞ്ചായത്തുകളും 11 ബ്ലോക്ക് പഞ്ചായത്തുകളും 4 മുനിസിപ്പാലിറ്റികളും ഈ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൊച്ചി കോർപ്പറേഷൻ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും അവരവർക്ക് കഴിയുന്ന നിലയിലേക്ക് വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ കേരളത്തെ ഒരു ഐശ്വര്യ കേരളമായി, സമ്പൽ സമൃദ്ധ കേരളമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ആ ഇടപെടലിന് തീർച്ചയായും ഈ സംസ്ഥാനത്ത് ജനങ്ങൾ അംഗീകാരം നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, രണ്ടഭിപ്രായമില്ല. നല്ല നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട മാർജിനിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർവാധികം ഭംഗിയോടുകൂടി അധികാരത്തിലെത്തും. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 3ാം വരവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൊടിയുയർത്തലായി ഇത് മാറും എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആകെ 26 ഡിവിഷൻ, 21 LDF, 5 UDF. തിരുവനന്തപുരം കോർപ്പറേഷൻ ഏകദേശം 34ഓളം സീറ്റുകൾ BJPക്ക്,
ആ 10-ൽ താഴെ സീറ്റുകൾ UDF-ന്, ബാക്കി മുഴുവൻ സീറ്റും LDF-ന്. ആകെ 73 ഗ്രാമപഞ്ചായത്ത്, ഏകദേശം 55-ലധികം ഗ്രാമപഞ്ചായത്തുകൾ LDF, ബാക്കി UDF, ഒരെണ്ണം കള്ളിക്കാട് BJP. 4 മുനിസിപ്പാലിറ്റികൾ ആറ്റിങ്ങൽ, നെയ്യാറ്റിങ്കര, നെടുമങ്ങാട്, വർക്കല മൃഗീയ ഭൂരിപക്ഷത്തിൽ LDF. 11 ബ്ലോക്ക് പഞ്ചായത്ത്, 10 LDF, ഒരെണ്ണം മാത്രമാണ് UDF. അത് തന്നെ തുല്യ നിലയിലാണ് കക്ഷിനില. നറുക്കെടുപ്പിലാണ് UDF-ന് പ്രസിഡന്റ് സ്ഥാനം. ഈ താരതമ്യമാണ് നമ്മൾ തുടർന്നും നടത്തേണ്ടത്. എങ്ങനെ ഇടതുപക്ഷം കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജനപക്ഷമായി മാറി, അത് പറയുന്ന വാഗ്ദാനങ്ങൾ, പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയതിൻ്റെ ജനങ്ങളുടെ ഉപകാര സ്മരണയാണ് വോട്ടിൻ്റെ രൂപത്തിൽ ഈ നിലയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുന്ന രൂപത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മേൽക്കൈ. ഒറ്റ പോയിന്റോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗോവ ഗവർണറും BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, സാർ നിങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ലല്ലോ കേന്ദ്ര ഗവൺമെൻറ്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ തമാശയല്ലേ എന്നാണ്. അങ്ങനെ തമാശയല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് അത് ജനങ്ങളുമായിട്ടുള്ള ഉടമ്പടിയാണ്, കരാറാണ്. ആ കരാർ എത്ര കണ്ട് പാലിക്കപ്പെടുന്നു എന്നുള്ളത് അവർ നോക്കും. അതിൻ്റെ അളവുകോലാണ് ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ. ആ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പ്രാദേശിക ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ കരുത്തുറ്റ വിശ്വാസമാണ് എന്ന് ഞങ്ങൾക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയും. അതാണ് ഞങ്ങളെ നയിക്കുന്ന വികാരവും. ഓക്കെ, ശുഭപ്രതീക്ഷയിലാണ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ. തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും വികസനം താങ്കൾ ചൂണ്ടിക്കാട്ടുന്നതാണ് ഞാൻ വിചാരിച്ചത്. അതിലേക്കൊന്നും താങ്കൾ പോയില്ല.